CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഏറ്റവും കയ്യാങ്കളിയും എന്ന പുതിയ വാർത്ത വരും. പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പോരെന്ന വിമർശനമുയർന്നതിന് പിന്നാലെയാണ് രൂക്ഷമായ തർക്കമുണ്ടായത്. 2 ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണ് നേർക്കുനേർ പോരാടിയത്. CK അഭിലാൽ വിവരങ്ങളുമായി. അഭിലാൽ, സാറിന് ഈ CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയിൽ തമ്മിലടി എന്നൊക്കെ പറയുന്നത് ഈ തർക്കത്തിനപ്പുറത്തേക്ക് കയ്യാങ്കളി ഉണ്ടായോ? പത്തനംതിട്ടയിൽ വൈകുന്നേരം ചേർന്ന CPM ജില്ലാ നേതൃയോഗത്തിലാണ് അപ്രതീക്ഷിതവും അസാധാരണവുമായ സംഭവങ്ങൾ ഉണ്ടായത്. അടൂരിൽ നിന്നുള്ള സെക്രട്ടേറിയറ്റ് അംഗവും അതോടൊപ്പം തന്നെ ആറന്മുളയിൽ നിന്നുള്ള സെക്രട്ടേറിയറ്റ് അംഗവും തമ്മിലാണ് തർക്കവും വാക്പോലും കയ്യാങ്കളിയും ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ് പ്രധാനപ്പെട്ട അജണ്ടയായി ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗം പരിഗണിച്ചത്. ഇതിനിടയിലാണ് വിമർശനമുയർന്നത്. അടൂർ മേഖലയിലടക്കം പലയിടങ്ങളിലും ഇടത് സ്ഥാനാർത്ഥിയുടെ പ്രവർത്തനങ്ങൾ പാർട്ടി തീരുമാനത്തിന്റെ നിലവാരത്തിലേക്ക് ഉയരുന്നില്ല, ചിലർ പാലം വലിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വിമർശനം ആറന്മുളയിൽ നിന്നുള്ള സെക്രട്ടേറിയറ്റ് അംഗം ഉയർത്തി. ഇതോടുകൂടിയാണ് അടൂരിൽ നിന്നുള്ള മുതിർന്ന അംഗവും ആറന്മുളയിൽ നിന്നുള്ള അംഗവും തമ്മിൽ തർക്കമുണ്ടാവുകയും കാര്യങ്ങൾ കയ്യാങ്കളിയിലേക്ക് കലാശിക്കുകയും ചെയ്തത്. ഇതിന്റെ ഇടയിൽ ഒരാൾ മറ്റൊരാളെ പിടിച്ചു തള്ളിയ ശേഷം യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അനൗദ്യോഗികമായി ലഭ്യമാകുന്ന വിവരം. എന്തായാലും TM തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ വലിയ ഭിന്നതകൾ നിലനിൽക്കുന്നു എന്നതിന്റെ സൂചനകളാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തന്നെ ഉണ്ടായ തർക്കവും കയ്യാങ്കളിയും സൂചിപ്പിക്കുന്നത്. കയ്യാങ്കളിയിലേക്ക് നീണ്ടുപോയ സംഭവങ്ങൾ അതെങ്ങനെയാണ്? ഈ ഐസക്കിന്റെ പ്രചാരണം അത് മോശമായി പോകുന്നു, അല്ലെങ്കിൽ അതിനെ മോശമാക്കുന്നുണ്ട്, ഐസക്കിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അങ്ങനെ വികാരമുണ്ടോ ഈ നേതാക്കൾക്കിടയിൽ? അതുകൊണ്ടാണ് ഇതിനെ കൈവിട്ടൊരു കളി ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടാകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ആരംഭഘട്ടത്തിൽ തന്നെ TM തോമസ് ഐസക്കിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കാൻ, അതായത് മാസങ്ങൾക്ക് മുൻപ് തന്നെ പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം ശ്രമം നടത്തിയിരുന്നു. ഒപ്പം തന്നെ രാജു എബ്രഹാമിനെ അനുകൂലിക്കുന്ന മറ്റൊരു വിഭാഗവും പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ജില്ലാ നേതൃനിരയിൽ രാജു എബ്രഹാമിനായിരുന്നു കൂടുതൽ പേരുടെയും പിന്തുണ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ സംസ്ഥാന നേതൃയോഗത്തിന്റെ നിർദ്ദേശാനുസരണമാണ് പിന്നീട് ഇവിടെ തോമസ് ഐസക് സ്ഥാനാർത്ഥിയായി വരുന്നത്. കഴിഞ്ഞ ഒരു 3 മാസത്തിലധികമായി തോമസ് ഐസക് പാർട്ടിയുടെ ഇവിടുത്തെ ചുമതലക്കാരനായിരുന്നെങ്കിൽ പോലും വലിയ തോതിലുള്ള ഇടപെടലുകൾ എല്ലാ മേഖലയിലും നടത്തി വരികയും കൂടിയായിരുന്നു. അങ്ങനെ തോമസ് ഐസക്കിനെ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ആളായി ഇവിടെ അവതരിപ്പിച്ചതിന് പിന്നിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഭിന്നാഭിപ്രായങ്ങളുണ്ട്. ഒടുവിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ പോലും ഒരു വിഭാഗം കൃത്യമായ രീതിയിൽ പാർട്ടിക്ക് ഗുണപരമാവുന്ന രീതിയിൽ ഇടപെടുന്നില്ല എന്നുള്ള വിഷയമാണ് വലിയ തർക്കത്തിലേക്കും. CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് അസാധാരണമായി വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായത്. പത്തനംതിട്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പോരാ എന്ന് വിമർശിച്ചതിന് പിന്നാലെയാണ് രൂക്ഷമായ തർക്കവും കയ്യാങ്കളിയും ഉണ്ടായത്. CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.